ഭാരത അപ്പസ്തോലനായ തോമസ് ലീഹായുടെ നാമത്തിൽ ഒരു ദേവാലയം മാസുവ ഗ്രാമക്കാരുടെ സ്വപ്നമായിരുന്നു. വിശുദ്ധൻ്റെ തിരുനാളായ ജൂലൈ 3 തന്നെ ഇവിടെ മാസുവ ഗ്രാമത്തിൽ അത് യാഥാർത്ഥ്യമായി. തലേ ദിവസം വൈകിട്ട് 25 പേർ റിൻസനച്ചൻ്റെ നേതൃത്വത്തിൽ മാമോദീസ സ്വീകരിച്ചു. മഡഗാസ്കർ ബിഷപ്പ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റും മൊർഡാവ ബിഷപ്പുമായ മോൺസിഞ്ഞോർ മറി ഫാബിയൻ 260 കിലോമീറ്റർ സ്വയം വണ്ടി ഓടിച്ചെത്തിയാണ് ആശീർവാദ കർമ്മം നിർവഹിച്ചത്. ഒപ്പം ബെത്തലതല ഇടവകയിലെ 41 പേർക്ക് സ്ഥൈര്യലേപനവും നൽകപ്പെട്ടു. ഈ ഗ്രാമത്തിൽ ആദ്യമായി കുർബാന അർപ്പിക്കപ്പെട്ടത് 2022 ജൂലൈ 3 2021 ബെത്തലതല ഇടവകയിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾ ഈ ഗ്രാമം സന്ദർശിച്ചു തുടങ്ങിയിരുന്നു. ഇവിടുത്തെ കാരണവരായ ദാദപിയർ അവരുടെ ഗ്രാമത്തിൽ ഒരു പള്ളി വേണമെന്ന് 1958 മുതൽ ആഗ്രഹിച്ചതാണത്രേ. തുടർന്നാണ് 2022 തോമസ് ലീഹായുടെ തിരുനാൾ ദിവസം ഞങ്ങൾ ആദ്യ ബലി അർപ്പിച്ചത്. അടുത്ത വർഷം ജൂലൈ മാസം 35 മാമോദീസകളോട് കൂടിയാണ് ഞങ്ങൾ തോമസ് ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചത്. ഒരു ദേവാലയം എന്ന സ്വപ്നചിന്തയ്ക്ക് താങ്ങായി ഒരു സഹായ ഹസ്തം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നെത്തി. മൂലയിൽ തറവാട്ടിലെ ജോസഫ് സെബാസ്റ്റ്യൻ്റെ രൂപത്തിൽ ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. എണ്ണത്തിൽ കുറവാണെങ്കിലും മാസുവയിലെ വിശ്വാസികൾ നന്നായി വിയർപ്പൊഴുക്കി തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദീപസ്തംഭം ഉയർത്തുവാൻ, മാസുവ ഗ്രാമക്കാരോടൊപ്പം ഈ സന്തോഷം പങ്കുവയ്ക്കുവാൻ ബെത്തലതല ഇടവകയിലെ എല്ലാ ഗ്രാമപ്പള്ളിക്കാരും തലേ ദിവസം തന്നെ നടന്നെത്തി. മാസുവിലെ കാറ്റഗിസ്റ്റായ അന്ന പെർലത്ത് തീക്ഷ്ണതയുള്ള ഒരു സ്ത്രീരത്നമാണ്. അവിശ്വാസിയായിരുന്ന തൻ്റെ ഭർത്താവിനെ വിശ്വാസിയാക്കി മാമോദീസയും വിവാഹവും പള്ളിയിൽ നടത്തി. അന്നയുടെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ച് അവരുടെ വിവാഹവും പള്ളിയിൽ നടത്തി. വെഞ്ചരിപ്പ് ദിനത്തിൽ അവർ 4 പേരും ഒന്നിച്ചണിനിരന്നു പിതാവിൽ നിന്നും സ്ഥൈര്യലേപനം സ്വീകരിക്കുവാൻ. ഇങ്ങനെ വേറെയും ചില മുതിർന്നവർ കുട്ടികളോടൊപ്പം സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിരുന്നു. തൻ്റെ സന്തോഷത്തിൻ്റെ പ്രകടനമായി അന്നയുടെ അപ്പൻ തിരുനാൾ സദ്യയ്ക്കായി തൻ്റെ കാളയെ തന്നെ സംഭാവന നൽകി. സൗഹൃദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും തിരുനാളാണ് അന്ന് തോമസ് ലീഹായുടെ നാമത്തിൽ മാസുവിൽ ആഘോഷിച്ചത്. നമ്മുടെ കേരളത്തിൽ വിശ്വാസത്തിൻ്റെ പ്രകാശം എത്തിച്ച തോമസ് ലീഹ എല്ലാ മാസുവ ഗ്രാമവാസികളുടെ ഹൃദയങ്ങളിലും പ്രകാശത്തിൻ്റെ പൂത്തിരി ജ്വലിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.